ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 21ാമത്തെ ചാപ്റ്ററിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 20ാമത്തെ ചാപ്റ്റർ മുതൽക്ക് നമ്മൾ പറഞ്ഞല്ലേ, 20ാമത്തെ ചാപ്റ്റർ മുതൽക്ക് നമ്മൾ സിങ്ക് ട്രേഡിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് സിങ്ക് ട്രേഡിങ് എന്നുള്ളതും സിങ്ക് ട്രേഡിങ്ങിന്റെ പ്രോസ് എന്താണ് കോൺസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സിങ്ക് ട്രേഡിന്റെ തന്നെ ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സിങ്ക് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എക്സ്പെഷ്യലി ഈ ഒരു സിങ്ക് ട്രേഡിന്റെ ചാപ്റ്റർ എന്ന് പറയുന്നത്, സിങ്ക് ട്രേഡിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നല്ല രൂപത്തിൽ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ, കാരണം അതിന് വളരെ ഏതൊരു ജോലിയോടൊപ്പവും തന്നെ ഏതൊരു ജോലിയുള്ള ഒരാൾക്കും അവരുടെ ജോബിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുന്ന ഒന്നാണ് ഒരു സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിന് വളരെ കുറച്ച് സമയം മാത്രം മതി. ഒത്തിരി സമയമൊന്നും നമ്മൾ ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും അതിന്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് നല്ല ഏർണിങ്സും ആണ്, പലപ്പോഴൊക്കെ ഹ്യൂജ് ഏർണിങ്സും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു പാസീവ് ഇൻകം നമുക്ക് സ്വിംഗ് ട്രേഡിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അത് ഏതൊരാൾക്കും, ഞാൻ പറയുന്ന പോലെ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവർക്കും പോസിബിൾ അല്ല. കാരണം അത് സ്കില്ലുള്ളവർക്ക് മാത്രമേ അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു മോർ ദാൻ 90% ആൾക്കാർക്കും, ഒരു 90 to 95 ആൾക്കാർക്ക് വരെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ, ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും തന്നെ നമ്മുടെ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം, എല്ലാവരും ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണം. വീഡിയോയിലേക്ക് പോകാം. ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് സ്വിംഗ് ട്രേഡിംഗ്. ഡൂസിൽ ആദ്യം തന്നെ വരുന്നത് സെറ്റ് ക്ലിയർ ഗോൾസ്, ഡിഫൈൻ യുവർ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസ്ക് ടോളറൻസ് ബിഫോർ യു സ്റ്റാർട്ട് സ്വിംഗ് ട്രേഡിംഗ്. അപ്പം നമ്മൾ എന്താണ് നമ്മളെ ടാർഗറ്റ് എന്നും എന്താണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ആ ഒരു സ്റ്റോപ്പ് ലോസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് അഫോർഡബിൾ ആവുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഷുവർ ചെയ്യണം കേട്ടോ. അതാണ് ആദ്യത്തെ കാര്യം. ആദ്യത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. രണ്ടാമത്തത് യൂസ് ടെക്നിക്കൽ അനാലിസിസ്, സ്റ്റഡി പ്രൈസ് ചാർട്ട്സ്, പാറ്റേൺസ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ടു മേക്ക് ഇൻഫോർമഡ് ട്രേഡിംഗ് ഡിസിഷൻസ്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ നല്ലൊരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് ഈ ഒരു സ്വിംഗ് ട്രേഡിന്. കാരണം പ്രത്യേകിച്ച് നമ്മൾ പ്രൈസ് ആക്ഷന്, പാറ്റേൺസ്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന്റെ എൻട്രി ആൻഡ് എക്സിറ്റിന്റെ കൺഫർമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. എക്സ്പെഷ്യലി നമ്മളെ പ്രൈസ് ആക്ഷനിലെ പാറ്റേൺസുകൾ, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സുകൾ. അപ്പം ഇത് രണ്ടിനെ ശരിക്കും നമ്മൾ ചാർട്ടിൽ നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ നിങ്ങൾ അധികവും ഇതിന്റെ ഒരു എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കുക. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്കില്ല് ടെക്നിക്കൽ അനാലിസിസിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അതിൽ ഫണ്ടമെന്റലി അനാലിസിസിന് അതിന് മാത്രം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം നമ്മൾ വളരെ ചെറിയൊരു ഷോർട്ട് പീരീഡ്സിനാണ് നമ്മൾ ഈ ട്രേഡിൽ എൻട്രി ചെയ്യുന്നത്. പക്ഷെ ഈ ട്രേഡിൽ എൻട്രി ചെയ്യുന്നത് എപ്പോഴാണ് ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ ട്രേഡിൽ എൻട്രി ചെയ്യുന്നത്. അപ്പം ആ ഒരു ഉറപ്പ് നമുക്ക് എപ്പോഴാണ് കിട്ടുക? അത് ടെക്നിക്കൽ അനാലിസിസിൽ നിന്നാണ് നമുക്ക് കിട്ടുക. കാരണം ഏതെങ്കിലും ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തോ, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിന്റെ അടുത്താണോ ഉള്ളത്, ബ്രേക്ക് ഔട്ട് നടത്താൻ പോവാണോ, അതല്ല സപ്പോർട്ടിന് റിവേഴ്സൽ ആണോ, റെസിസ്റ്റൻസിന് റിവേഴ്സൽ ആണോ, റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണോ, ഈ സമയത്തൊക്കെയാണല്ലോ ഹൈ മൂവ്മെന്റ് വരിക. ഈ ഹൈ മൂവ്മെന്റ് വരുന്ന സമയത്ത് ആ ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ ഒരു സ്വിംഗ് ട്രേഡിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് മാനേജ് റിസ്കസ്, യൂസ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ടു ലിമിറ്റ് പൊട്ടൻഷ്യൽ ലോസസ് ആൻഡ് പ്രൊട്ടക്ട് യുവർ ക്യാപിറ്റൽ. മാനേജ് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളത്, അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ
സ്റ്റോപ്പ് ലോസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്വിംഗ് ട്രേഡിൽ ലോസ് മാനേജ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ഓർഡറിലൂടെയാണ്. കാരണം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലോസിന്റെ ആ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ വ്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ലോസ് ലിമിറ്റ് ചെയ്യും. അടുത്തത് നമുക്ക് നോക്കാം, ഡൈവേഴ്സിഫൈ പോർട്ട്ഫോളിയോ. സ്പ്രെഡ് യുവർ ഇൻവെസ്റ്റ്മെന്റ്സ് അക്രോസ് ഡിഫറെന്റ് അസറ്റ്സ് ടു റെഡ്യൂസ് റിസ്കസ്. ഡൈവേഴ്സിഫിക്കേഷൻ അത് നമ്മളെ ലോസ് ലിമിറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ഉപാധിയാണ്. കാരണം നമ്മൾ ഒരു 1-2 സ്റ്റോക്സിൽ മാത്രമാണ് ഈ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് നല്ല ലോസുകൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ചും അതേ സ്ഥാനത്ത് നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. അല്ലാതെ നമ്മൾ സ്വിംഗ് ട്രേഡുകൾ പല സ്റ്റോക്സിൽ, പല സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഒരേ സെക്ടർ തന്നെ അല്ല കേട്ടോ, പല സെക്ടറുകളിലായിട്ട്, അതേപോലെ തന്നെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അങ്ങനെ പല ക്യാപ്പുകൾ സ്റ്റോക്കുകളായിട്ട് അങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഒരു പോർട്ട്ഫോളിയോനെ എല്ലാം ഒരേ സമയത്ത് നമുക്ക് ലോസിൽ വരിക. അപ്പൊ നമുക്ക് ഒരു പോർട്ട്ഫോളിയോനെ ബാലൻസ് ചെയ്യാനും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് കൂടാൻ വളരെയധികം സഹായിക്കും. അതേപോലെ തന്നെ നമ്മള് ലോസിന്റെ ലിമിറ്റ്, ലോസിന്റെ അളവ് കുറയ്ക്കാനും അല്ലെങ്കിൽ ലോസിന്റെ തോത് കുറയ്ക്കാനും പ്രോഫിറ്റിന്റെ ഗ്രോത്ത് കൂട്ടാനും ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Keep a trading journal. Record your trades, strategies and outcomes for continuous improvement. Keep a trading journal. നമ്മളൊരു ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു ട്രേഡ്, അതിന്റെ സ്ട്രാറ്റജി, അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഇന്നത്തെ ട്രേഡിൽ എന്താണ് സംഭവിച്ചത്, നമുക്ക് ലോസ് സംഭവിച്ചെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ്, അതിനെ അനലൈസ് ചെയ്തിട്ട് അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതല്ല നമുക്ക് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരുന്നു പ്രോഫിറ്റിൽ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് റീസൺ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് വെക്കുക. കാരണം അത് നമുക്ക് നമ്മളെ ട്രേഡിംഗ് ജേർണി അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ, അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വളരെയധികം ഹെൽപ്പാണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് മേ ബി നമ്മൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അത് മറന്നു പോകും. പക്ഷെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഗുഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് നമ്മളെ ട്രേഡിങ്ങിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? സ്റ്റിക്ക് ടു എ ട്രേഡിംഗ് പ്ലാൻ. Stick to your predetermined entry and exit points to avoid impulsive decisions. നമ്മൾ ഒരു ട്രേഡിംഗ് പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യണം. നമ്മളൊരു സ്ട്രാറ്റജിയിൽ കുറച്ച് കാലമെങ്കിലും നമ്മളൊരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ചെയ്യണം. കാരണം ഒരു ട്രേഡിംഗ് പ്ലാന് അല്ലാതെ ഒരു സ്ട്രാറ്റജി നമുക്ക് 1, 2, 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലോസ് തരുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രാറ്റജിന് ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. 1, 2, 3 പ്രാവശ്യം നമ്മൾക്ക് ലോസ് വന്നു എന്ന് കരുതി നമ്മൾ ആ ഒരു സ്ട്രാറ്റജി വീണ്ടും ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. ഒരു പ്ലാന് അല്ലാതെ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് കാലത്തേക്കെങ്കിലും. Stay informed, stay updated with market news and events that can impact your trades. Stay informed. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ കുറിച്ചും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഈവൻ നമ്മൾ എടുക്കുന്ന സ്റ്റോക്സിനെ കുറിച്ചും. അപ്പം അതിനെ ബേസ് ചെയ്ത് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും നമ്മുടെ എക്സിറ്റുകൾ ഈ ഒരു ന്യൂസ് ബേസിനെ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എക്സിറ്റ്സുകൾ വേണ്ടി വരിക. ചിലപ്പോൾ നമ്മുടെ എൻട്രികളും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ റിലയൻസിന്റെ ഒരു സ്റ്റോക്ക് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി എടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ റിലയൻസിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ന്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ റിലയൻസിന്റെ ക്വാർട്ടർലി റിസൾട്ടില് അവർക്ക് ലോസ് ആണ്, ഈ പ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ട് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഡൗൺ ആവുമല്ലോ. പക്ഷെ ആ ഒരു ന്യൂസിലൂടെ തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ നമുക്ക് എത്രയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഒരു പക്ഷേ റിലയൻസിന്റെ പ്രൈസ് നല്ല താഴെയാണ് നിൽക്കുന്നത്, പക്ഷെ നല്ല ക്വാർട്ടർലി റിസൾട്ട് ആണ് റിലയൻസിൻ്റെത്.
നല്ല റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ഈ ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവും ആ ഒരു സ്റ്റോക്കിൽ. അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്ത് എൻട്രിക്കും പറ്റും. എന്തായാലും നമുക്ക് മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ഡൂസ്. ഇനി എന്തൊക്കെയാണ് ഡോൺസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓവർ ട്രേഡ് ആണ്. അവോയ്ഡ് എക്സസീവ് ട്രേഡിംഗ് ആസ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഹയർ കോസ്റ്റ്സ് ആൻഡ് ഇൻക്രീസ്ഡ് റിസ്കസ്. ഓവർ ട്രേഡ് അതൊരു എല്ലാ കാര്യത്തിലും നമുക്ക്, കാരണം അതൊരു ഓവർ ട്രേഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളതാണ് അതിനെ വിളിച്ചോതുന്നത്. കാരണം നമുക്ക് പ്രോഫിറ്റുകൾ ഉണ്ടെങ്കിലും ലോസുകളാണെങ്കിലും ഒരു പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാവുന്ന ട്രേഡുകളാകുമ്പോൾ നമ്മൾ ഗ്രീഡി ആയിട്ട് വീണ്ടും വീണ്ടും ട്രേഡ് എടുക്കുന്നതും, ലോസുകൾ ഉണ്ടാവുമ്പോൾ അതിനെ റിവെഞ്ച് ചെയ്തുകൊണ്ട് മീൻസ് നമ്മൾ ആ ഒരു ലോസിനെ കവർ ചെയ്യണം എന്നുള്ള ഒരു റിവെഞ്ചിൽ നമ്മൾ ഓവർ ട്രേഡ് എടുക്കുന്നു. രണ്ടും ഒരു തെറ്റായ പ്രവണതയാണ്. നമുക്ക് ഈ ഒരു ട്രേഡിംഗ് പ്ലാൻ നമ്മൾ ആദ്യത്തെ ഡൂസിൽ തന്നെ പറഞ്ഞില്ല, നമുക്ക് ഒരു കറക്റ്റ് ട്രേഡിംഗ് പ്ലാൻ വേണം, അല്ലെങ്കിൽ സ്ട്രാറ്റജി വേണം. അതിൽ തന്നെ നമ്മള് ഒരു ദിവസം നമുക്ക് എടുക്കാവുന്ന ട്രേഡുകൾ എത്ര എണ്ണമാണ് എന്നുള്ളത് നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്യണം. അതൊരു 3, 4, 5 എത്രയാണോ ആ ഒരു എണ്ണത്തിൽ കൂടുതൽ ട്രേഡ് എടുക്കാൻ നമ്മൾ ഒരു കാരണവശാലും നിൽക്കരുത്. അത് ഇനി പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ലോസ് ആണെന്നുണ്ടെങ്കിലും. കാരണം ട്രേഡിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് അനുവർത്തിക്കുന്ന ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ് ആണ്. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രേഡിങ്ങിൽ. ഇനി അടുത്തത് ചേസ് ഹൈപ്പ്. Don't buy into assets solely based on social media buzz or hot tips. നമ്മൾ അധികം ആൾക്കാർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ആർക്കും ഇത് അനാലിസിസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ വാല്യുവേഷൻ ചെയ്യാനൊന്നും ആർക്കും സമയമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. അപ്പം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇത് നല്ല സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ഇത് ബൈ ചെയ്തോളൂ, അത് ബൈ ചെയ്തോളൂ, ഇതിപ്പോ പറക്കും അതിപ്പോ പറക്കും എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി അതങ്ങ് എടുത്തിങ്ങാണ്ട് ചെയ്യും. അതൊരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എവിടെന്നെങ്കിലും നല്ല സ്റ്റോക്ക് കിട്ടിയാൽ തന്നെ, ഏത് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യുക. ഒരു കാരണവശാലും മറ്റൊരാളെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ സെൽഫായിട്ട് തന്നെ പഠിക്കുക, എന്നിട്ട് സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യുക. സെൽഫായിട്ട് ഒരു സ്റ്റോക്കിനെ വാലിഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹൈപ്പിന്റെ പിന്നാലെ നമ്മൾ പോവാൻ നിൽക്കരുത്. റിസ്ക് ടു മച്ച് ക്യാപിറ്റൽ. Don't put all your capital into a single trade. Use only what you can afford to lose. നമ്മളെ മൊത്തം ക്യാപിറ്റൽ നമ്മൾ ഒരു ട്രേഡിൽ കൊണ്ടുപോയി ഇടരുത്. ഒരു ട്രേഡിൽ കൊണ്ടുപോയി ഇടുക അത് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഒരു പക്ഷേ ലോസിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ലോസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഒന്നിന്റെ സ്ഥാനത്ത് നമ്മൾ ആ ഒന്നിനെ 4 ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് എത്രത്തോളം പാർട്ടുകളാക്കാൻ പറ്റും അത്രയും പാർട്ടുകളാക്കിയിട്ട് അല്ലെങ്കിൽ അത്രയും ട്രേഡുകളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് നമുക്ക് ലോസിലോട്ട് പോവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ല ഡൈവേഴ്സിഫിക്കേഷൻ ആവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് കുറെ മാനേജ് ചെയ്യാൻ പറ്റും ആ ഒരു രൂപത്തിൽ ചെയ്യുമ്പോൾ. ഞാൻ പറയുന്നത് മനസ്സിലായി. കാരണം നമ്മളിപ്പോ 1 ലക്ഷം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ ട്രേഡ് തന്നെ 1 ലക്ഷം രൂപയുടെ ഒരൊറ്റ ട്രേഡ് എടുക്കരുത്. അത് 20,000 വെച്ചിട്ട് 5 ട്രേഡ് ആക്കി മാറ്റുക. അപ്പം ഈ 5 ട്രേഡും ഒരേ സമയം ലോസിലോട്ട് പോവില്ല. പക്ഷെ 1 ലക്ഷത്തിന് ഒരൊറ്റ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ ലോസിലോട്ട് പോയാലും അതിന്റെ ലോസ് നമുക്ക് അഫോർഡബിൾ ആവില്ല. അതേ സ്ഥാനത്ത് നമ്മൾ 5 ട്രേഡ് എടുക്കുകയാണെങ്കിൽ 5ഉം ലോസിലോട്ട് പോകാൻ ചാൻസ് വളരെ 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 കുറവാണ്. അപ്പം ഈ 1 ലക്ഷത്തിന് ഒരു ട്രേഡിൽ നിന്ന് ഉണ്ടാവുന്ന ലോസ് ഈ 5 ട്രേഡിൽ നിന്നും കൂടി ആയിട്ട് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. മീൻസ് നമ്മൾ അതൊരു റിസ്ക് മാനേജ്മെന്റ് ആണത്. അടുത്തത് ഇഗ്നോർ ഫണ്ടമെന്റൽ. കൺസിഡർ ദ അണ്ടർലൈങ് ഫണ്ടമെന്റൽസ് ഓഫ് ആൻ അസറ്റ് ഈവൻ ഇൻ ഷോർട്ട് ടേം ട്രേഡിംഗ്. സ്റ്റോക്കിന്റെ ഫണ്ടമെന്റലിന്റെ പിന്നാലെ നമുക്ക് ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റലിന്റെ പിന്നാലെ വല്ലാതെ പോകേണ്ട കാര്യമില്ല. തീരെ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ നോക്കാം. പക്ഷെ അത് നമ്മൾ ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫണ്ടമെന്റലി അനാലിസിസ് വല്ലാതെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യണം ഫണ്ടമെന്റലി അനാലിസിസ്. പക്ഷെ നമ്മൾ ഈ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ വളരെ ചെറിയ ഒരു പീരീഡ്സിനാണ്, കാരണം മേ ബി കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോ മാത്രമേ നമ്മൾ ഒരു സ്വിംഗ് ട്രേഡിൽ നമ്മൾ ഇത് കീപ്പ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ആ ഒരു ഷോർട്ട് ടേം മൂവ്മെന്റിന്റെ ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു സ്വിംഗ് ട്രേഡിലെ മെയിൻ ഉദ്ദേശം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ പിന്നാലെ
നിങ്ങൾ വല്ലാതെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത് നെഗ്ലക്ട് മാർക്കറ്റ് ഹവേഴ്സ്. ബി aware of market opening and close timings. Avoid holding positions overnight if unsecured. നെഗ്ലക്ട് മാർക്കറ്റ് ഹവേഴ്സ്. നമ്മളെ മാർക്കറ്റ് ഹവേഴ്സിൽ മാർക്കറ്റ് ഓപ്പണിങ്ങിന്റെ സമയത്തും ക്ലോസിങ്ങിന്റെ സമയത്തും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഓവർനൈറ്റ് ഹോൾഡിങ്, അതേപോലെ വീക്കെൻഡ് ഹോൾഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി റിസ്ക് ആണത്. നല്ല റിസ്ക് ആണ്, ഹൈലി എന്ന് പറയുന്നില്ല, റിസ്ക് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്റ്റോപ്പ് ലോസിന്റെ അടുത്തൊക്കെ മാർക്കറ്റ് വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ് ഡൗണും കൂടെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ വലിയൊരു ലോസ് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഒരു പക്ഷെ നമുക്കത് മാർക്കറ്റ് ഹവേഴ്സ് തന്നെ മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പ് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ നമുക്ക് അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ റീ എൻട്രി ചെയ്യാം. ഒരു സ്റ്റോക്കില് നമ്മൾ എൻട്രി എടുത്തു, 100 രൂപയിലാണ് നമ്മൾ എൻട്രി എടുത്തത്. നമ്മൾ അതിനൊരു 75 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചു. പക്ഷെ ആ ഒരു ദിവസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം അല്ലെങ്കിൽ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴോ ഈ ഒരു 100 രൂപയിൽ നിന്നും ഈ ഒരു പ്രൈസ് ഇറങ്ങി വന്നിട്ട് ഏകദേശം ഒരു 80 രൂപ വരെ വന്നു. അപ്പം ആ ഒരു ദിവസം 80 രൂപ വരെ വന്നു, അല്ലെങ്കിൽ ഒരു 79 രൂപയൊക്കെ വരെ വന്നു എന്നുണ്ടെങ്കിൽ 75 രൂപയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് ആ ഒരു സ്റ്റോക്കിൽ ഇനിയും ഒരു ക്രാഷ്, നമുക്ക് ഇനിയും ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പ് നമ്മൾ അതിന് എക്സിറ്റ് ചെയ്യുകയായിരിക്കും. സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, എക്സിറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ നമുക്ക് രാവിലെ തന്നെ നോക്കാം എങ്ങനെയുണ്ട് ആ ഒരു സ്റ്റോക്കിൽ ആ ഒരു ട്രെൻഡ് റിവേഴ്സിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വീണ്ടും റീ എൻട്രി ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു വീക്കെൻഡ് റിസ്ക് അതേപോലെ തന്നെ ഓവർനൈറ്റ് ഹോൾഡിംഗ് റിസ്ക് ഒക്കെ നമുക്ക് ഒഴിവാക്കാനാവും. ലെറ്റ് ഇമോഷൻസ് റൂൾ. കീപ് ഇമോഷൻസ് ലൈക്ക് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻ ചെക്ക്. സ്റ്റിക്ക് ടു യുവർ സ്ട്രാറ്റജി. ഇമോഷൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ഇമോഷൻ കൺട്രോൾ ചെയ്യുക. സ്വിംഗ് ട്രേഡിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഒരു ഇമോഷണലി ആവേണ്ട കാര്യമുണ്ടെന്നുള്ള. കാരണം നമുക്ക് ടാർജറ്റും നമുക്ക് ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും, അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ്. അപ്പം മുകളിലോട്ട് പോയ ടാർജറ്റ് അടിക്കും, താഴോട്ട് വന്ന സ്റ്റോപ്പ് ലോസ് ആവും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് സംഭവിക്കാനില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ മനസ്സിനെ അല്ലെങ്കിൽ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കണം. കാരണം ഓൾറെഡി എന്താണെന്ന് പറയുക, നമ്മൾ ടാർജറ്റ് ഒരു 10% ആണ് നമ്മുടെ ടാർജറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2% പ്രോഫിറ്റ് 3% പ്രോഫിറ്റ് ആകുമ്പോൾ ഇനിയിപ്പോ എന്റെ ഈ പ്രോഫിറ്റ് പോവുക വീണ്ടും ലോസിലോട്ട് പോകുന്ന അങ്ങനെ കരുതിയിട്ട് നമ്മള് ഇതിന് എക്സിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മളതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒന്നുകിൽ ടാർജറ്റ് അല്ല എന്നുണ്ടെങ്കിൽ എക്സിറ്റ്, അല്ലെങ്കിലോ നമ്മൾ എക്സിറ്റ് ആവാനുള്ള തക്കതായ ഒരു റീസൺ, ഒന്നുകിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു ക്രാഷ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ തന്നെ എന്തെങ്കിലും ഒരു ക്രാഷ് വരുന്നുണ്ട് എന്നുള്ള കറക്റ്റ് ഇൻഫോർമേഷൻ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ ഓക്കെ. അതല്ലാതെ നമ്മളൊരു മൈൻഡിന്റെ ഈ ഒന്നുകിൽ ഫിയറിലോ അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രീഡ്, ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അടുത്തത് സ്കിപ്പ് സ്റ്റോപ്പ് ലോസ്. ഒരു കാരണവശാലും നമ്മൾ സ്റ്റോപ്പ് ലോസിനെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിട്ട് പ്ലേസ് ചെയ്യൂല, ജസ്റ്റ് മൈൻഡിൽ ഇങ്ങനെ വെക്കും. പക്ഷെ എന്നിട്ട് എന്താണെന്നറിയോ, നമ്മളെ മൈൻഡിൽ വെക്കുന്ന ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നാലും പിന്നെ എന്താ കരുതുന്നത്, മാർക്കറ്റ് വന്നാലും ഇല്ലല്ല, അപ്പം അത് അവിടുന്ന് ഒന്ന് റിവേഴ്സൽ ആവും. നമ്മൾ വിചാരിച്ചാലും താഴെ മാർക്കറ്റ് പോയാലും ഇല്ലല്ലോ, താഴേക്ക് കയറി വരും എന്നുള്ള ആ ഒരു ഹോപ്പ് വെച്ചിങ്ങാണ്ട് നിൽക്കരുത്. നിങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മൊമെന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ് കേട്ടോ. അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡോൺസിൽ വരുന്നത്, അല്ലെങ്കിൽ ചെയ്യരുതാത്തതിൽ ഒരു സ്വിംഗ് ട്രേഡിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ വരുന്നത്. അപ്പം ഒരു സ്വിംഗ് ട്രേഡിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഡൂസും ഡോൺസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഇതിന്റെ മുമ്പത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇതിന്റെ പ്രോസും കോൺസും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്വിംഗ് ട്രേഡിൽ നമുക്ക് എങ്ങനെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം എന്നുള്ളത്, അതേപോലെ തന്നെ അതിന് സ്വിംഗ് ട്രേഡിന്റെ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.
അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് VM റഫീഖ് സൈനിങ് ഓഫ്.